ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കൈകൊട്ടിക്കളി പ്രോഗ്രാമും അതേപോലെ എനിക്ക് അമ്പലത്തിൽ വായനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയ വ്ലോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഇത് എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു അമ്പലവും കാവും എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കൊച്ചിലെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും എനിക്ക് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയേക്കാണ് വായിക്കാനും പിന്നെ അവിടെ തന്നെ കൈകൊട്ടിക്കളി കളിക്കാനുമായിട്ട്. അപ്പൊ നമ്മൾ അവിടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കിരാതമൂർത്തി അല്ലേ? കിരാതമൂർത്തി ആയിരവല്ലീശ്വരി, ശിവന്റെ ആയിരവല്ലീശ്വരി. കിരാതമൂർത്തി കാവെന്നാ പറയുന്നത്. അങ്ങനെ ഗൈസ്, എൻ്റെ ടേൺ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അരമണിക്കൂർ മാറി മാറിയാണ് കേട്ടോ വായിക്കുന്നത്. അങ്ങനെ വായിക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഫസ്റ്റ് കപ്പ് വായനയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പോയി ലക്കി എടുത്തുകൊണ്ട് വന്നു ഗൈസ്. കാരണം അവൻ എന്ത് സംഭവം എന്നറിയാതിരിക്കുകയാണ്. കാരണം ഉറക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതുകൊണ്ട്. പിന്നെ യാത്ര നമ്മുടെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ആൾ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ വായിക്കുന്ന സ്ഥലത്ത് എത്തി. കുറച്ചു നേരം വായനയൊക്കെ കേട്ട് ആളിങ്ങനെ ഇരിക്കുകയാണ്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ. എൻ്റെ കൊച്ചിന് ഫീഡ് ചെയ്യാൻ വന്നതിനാണ്. ലക്കി മോന് ഫീഡൊക്കെ ചെയ്ത് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഫീഡ് ചെയ്തിട്ട് ഇതിപ്പം നമ്മുടെ ആദിത്യയുടെ വീടാട്ടോ. വെച്ചാൽ ഞാൻ വായിക്കാൻ വന്ന അവരുടെ കുടുംബക്ഷേത്രമാണ്. അവിടെ ആയിരുന്നു. പണ്ടത്തെ ഒരു വീട്. ഞാനിപ്പോൾ അങ്ങോട്ട് വായിക്കുന്നിടത്ത് പോവാം. അപ്പം എന്ത് പറയുന്നത്, അപ്പം അവനെ ഫീഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പം ആ ഒരു വീട് കണ്ടില്ലേ, പണ്ടത്തെ ഒരു ട്രഡീഷണൽ വീട്. അപ്പം ഞാൻ 6ാം ക്ലാസ്സൊക്കെ 6 പഠിക്കുന്ന സമയത്ത് ഇവിടെ രുക്മിണി സ്വയംവരത്തിന് ജസ്റ്റ് കാണാൻ വന്നിട്ടുണ്ട്. അവിടെ നമ്മുടെ വീടിനടുത്തൊരു കൊച്ചായിരുന്നു ഇവിടെ രുക്മിണിയായിട്ട് ഒരുങ്ങി. അപ്പം ഈ വന്നിട്ടുണ്ട്. ഈ കാണുന്നില്ലേ, ഇതൊരു കാണുന്നുണ്ട്. ഒരു പുരാതനമായിട്ടുള്ള പഴയകാല വീടില്ലേ, അപ്പം ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം, അത് 2011 അങ്ങനെ എന്തോന്ന് ഇവർ പറയുന്ന കേട്ട് ഞാൻ അന്ന് വന്നത്. പക്ഷെ ഇന്ന് ഇത്രയും വർഷമായി ഇത് ലക്കിയും കൊണ്ടൊക്കെ വന്ന് അങ്ങനെ വായിക്കാൻ. അന്ന് ഇത് കാവ് മാത്രമായിരുന്നു. ഇപ്പം അത് അമ്പലമായി. അങ്ങനെ അമ്പലമായപ്പോൾ അവിടെ വായിക്കാൻ പറ്റി. അപ്പം അതൊക്കെ ഒരു എന്താ പറയുക, നല്ലൊരു അവസരമായിട്ട് കാണുന്നു. അപ്പം എവിടെ പോവാ? എന്തോ ചാടയാ നോക്ക്. എവിടെ പോവാ? എവിടെ പോവാന്ന്? നമ്മുടെ സ്വന്തം വണ്ടി. ഞങ്ങള് ടാറ്റ പോന്നു. ടാറ്റ ടാറ്റ ടാറ്റ. ഇത് എന്തുവാടേ, എവിടെ പിടിച്ചിരിക്കുന്നേ? സാർ സാർ, ഒയ് ഒയ് ഒയ്. ഇതാരക്കളെ? ഇതാരക്കളെ? ഇതാണ് ഗൈസ് ആദിത്യ. ഇത് എയർലായി. ലൈവ് ഒന്നുമല്ല, ചെറുതായിട്ട് യൂട്യൂബ് വരും, അത്രേ ഉള്ളടി. വേറൊന്നും സംഭവിക്കും അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടോ?
തോന്നുന്നുണ്ട്. ലക്കി ടാറ്റ പോവാണോ? ടാറ്റ കാണിച്ചേ. ടാറ്റ ടാറ്റ. ഞങ്ങള് ടാറ്റ പോവാ. ട്രിപ്പ് വന്നതാ ഇല്ലയോ? ട്രിപ്പ് വന്നയാണോ? ആണോ? ഞങ്ങള് പൂച്ചേനെയും പട്ടീനെയും ഒക്കെ കണ്ടോ. ഗൈസ് വേറൊരു ട്രഡീഷണൽ വീട് കണ്ടോ? ഇതൊക്കെ എന്റെ ഇവിടൊക്കെ ഇതിന്റെ അക്കരെ ഞാൻ താമസിക്കുന്നത്. പക്ഷെ ഇപ്പോഴറിയുന്നേ ഇവിടെ ഇങ്ങനത്തെ വീടുകളുണ്ട്. ലക്കി ഈ ട്രഡീഷണൽ വീട് കാണാൻ വന്നയാ? എനിക്കിത് ഭയങ്കര അത്ഭുതം കേട്ടോ ഗൈസ്. ഹായ് സ്വപ്ന ഭവനം എന്നൊക്കെ പറയത്തില്ലേ ഗൈസ്? ഇത് ഇവിടുത്തെ സ്വിച്ചാ ഗൈസ്. സ്വിച്ച് ഞാൻ പറയാ. എത്ര? 60 വർഷമായി കാണും അല്ലേ? ഇതിലെ മണ്ഡപം പോലൊക്കെ ഡാൻസ് കളിക്കാനേ. എന്റെ പൊന്നെ രക്ഷയില്ല. ഇത് വീട്ടിന്റെ അടുത്തുണ്ടായിട്ട് ഇപ്പോഴാണ് ഗൈസ് കാണുന്നത്. ഇതുവഴി നോക്കുക നമുക്ക് വെളിയിൽ കാണാൻ പറ്റും. പിന്നെ ഇതുവഴി കണ്ട നമുക്ക് ഏണി വഴി കയറും. പക്ഷെ കയറുന്നില്ല തൽക്കാലം. ജസ്റ്റ് ഒന്ന് ഇനി ഞാൻ ലക്കിയും കൂടെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ട്. അപ്പൊ അമ്മയുടെ പോവാണ് ഗൈസ്. വീട്ടിൽ വാ വീട്ടിൽ അമ്മ നമ്മള് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് മൈസീനെ ഇപ്പൊ റെഡി ആവണം. ഇപ്പൊ സമയം 5:30 ആവുന്നു. നമുക്ക് 7 മണിക്കാ പ്രോഗ്രാം. അപ്പൊ നമ്മള് നേരെ ഇനി നമ്മള് വായനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ ലക്കി നല്ല ഉറക്കമായി. ഇനി നമുക്ക് റെഡി ആയിട്ട് വരാം. കൈകൊട്ടിക്കളിയാണ് നമ്മുടെ ഇനി അടുത്ത പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ. തിരുവാതിരയും കൈകൊട്ടിക്കളി എല്ലാം ഉണ്ട്. അപ്പൊ നമ്മുടെ കുഞ്ഞു വ്ളോഗ് പരിസമാപ്തത്തിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പം നമുക്ക് റെഡി ആയിട്ട് വരാം. നമ്മളിനി അടുത്തത് കൈകൊട്ടിക്കളിക്ക് പോവാണ്. ലക്കി എണ്ണീട്ടുണ്ട്, അവനെ റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പം ഓക്കെ നമുക്ക് പോവാം. നേരെ കൈകൊട്ടിക്കളിക്കാൻ പോവാം. ഓക്കെ ആണോ? ഓക്കെ ഗൈസ്. അപ്പൊ നമുക്ക് നേരെ കൈകൊട്ടിക്കളി. എല്ലാരും ഉണ്ടല്ലോ ഗൈസ്. അങ്ങനെ ഗായ്സ് നമ്മൾ കൈകൊട്ടിക്കളിയും പിള്ളേരുടെ ഒരു 2-3 കൈകൊട്ടിക്കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ തിരുവാതിര എന്ന് പറഞ്ഞൊരു വെറൈറ്റി തിരുവാതിരയായിരുന്നു കേട്ടോ. കൈകൊട്ടിക്കളിയുടെ കോസ്റ്റ്യൂമും കുറച്ച് സെറ്റ് പോയിട്ട് അമ്മമാരും ഒക്കെ ചേർന്നിട്ടുള്ളായിരുന്നു. അപ്പോൾ എങ്ങനെയെല്ലാം സെറ്റായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും വീട്ടിൽ പോയി. ഇവിടെ ഒരാൾ വരുന്നില്ല. ലക്കി ഇങ്ങ് വാ. ലക്കി 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 ഞാൻ പോവാണേ. വാ. നാഗവല്ലിയെ വിളിക്കുന്ന പോലെ വിളിച്ചോണ്ട് പോണം. വാ ഇങ്ങോട്ട്. കൈ മുറിഞ്ഞു ഗൈസ്. വള കുട്ടി ഇടിച്ച്. അമ്മയെടുത്ത് വരും. അമ്മ എടുത്ത് ഞങ്ങളുടെ കുഞ്ഞു വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ശരിക്കും ഭയങ്കര പോസിറ്റിവിറ്റി ആയിരുന്നു കേട്ടോ. അമ്പലത്തില് ഭദ്രാളി ക്ഷേത്രമാണ്, കളരിയിൽ ദേവി ക്ഷേത്രം. ഭയങ്കര പോസിറ്റിവിറ്റി ആയിരുന്നു. അങ്ങനെ 4 ചെയ്തു. ഞങ്ങൾ 3 ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും പോയത്. പക്ഷെ 4 ചെയ്തു. എന്തോ ഭയങ്കര ഹാപ്പിനെസ്. എനിക്ക് അറിയത്തില്ല, ഭയങ്കര ഹാപ്പിയായി. എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. അതേപോലെ ഇത്രേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയില് അടുത്ത കണ്ടന്റായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.